ജില്ലാ കൺവീനർ അടക്കമാണ് നിലവിൽ ജി സുധാകരനൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആലപ്പുഴ കളക്ടറേറ്റിൽ എത്തിയിരിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടർക്ക് മുമ്പാകെയാണ് സുധാകരൻ പത്രിക സമർപ്പിക്കുന്നത്. മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ നിന്ന് കാൽനട അത് പ്രകടനമായി കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പം കളക്ടറേറ്റിലെത്തി. ഈ വഴി നീളെ അദ്ദേഹത്തിനെ കാണാനായി നിരവധി ആളുകൾ ഒപ്പമുണ്ടായിരുന്നു. യു ഡി എഫ് പിന്തുണയ്ക്കുന്ന ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് അദ്ദേഹം നമുക്ക് നൽകിയ പ്രതികരണങ്ങളിലും ഒപ്പം സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെ സംസാരിക്കണമെന്ന കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശവും നൽകി. യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നല്ല, യു ഡി എഫ് പിന്തുണയുള്ള ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയണം എന്നാണ് ഈ സുധാകരൻ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി ഭരണാധികാരിയായ ഡെപ്യൂട്ടി കളക്ടറുടെ മുറിയിലേക്ക് സുധാകരൻ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം കയറിയിട്ടുണ്ട്. ഈ അല്പസമയം മുമ്പ് അമ്പലപ്പുഴയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എച്ച് സലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തിരികെ മടങ്ങുമ്പോഴാണ് ജി സുധാകരന്റെ വരവ്. ഇരു സ്ഥാനാർത്ഥികളും മുഖാമുഖം എത്തി. വലിയ പരിചയം കാണിക്കാതെ എങ്കിൽ ഷൈക്കാൻഡ് കൊടുത്താണ് ഇരുവരും കളക്ടറേറ്റിലെ വരാന്തയിലൂടെ നടന്നു നീങ്ങിയത്. എന്തായാലും അങ്ങനെ ഒരു കാഴ്ച ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ജി സുധാകരൻ പാർട്ടി വിട്ടതിന് ശേഷം ആദ്യമായാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി കൗതുകമാണ്. എന്തായാലും എച്ച് സലാം പത്രിക സമർപ്പിച്ച് മടങ്ങി. ഇപ്പോൾ ഇതാ ജി സുധാകരൻ പത്രിക സമർപ്പിക്കുകയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു.